ബഹുമാനപ്പെട്ട കരിങ്ങാട്ടിലച്ഛനെ പേപ്പർ പ്രസന്റ് ചെയ്യുവാൻ തക്കവണ്ണം സാദരം ക്ഷണിക്കുന്നു. അഭിവന്യരായ തിരുമേനിമാരെ, വന്യരായ ഗുരുക്കന്മാരെ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹിതരെ, വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തിൻ്റെ ഏകദേശ രൂപം അവതരിപ്പിച്ച് ഈ പ്രബന്ധത്തിൽ നിന്നും പിന്മാറുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നവമാധ്യമങ്ങളും ഇടയ പരിപാലനവും. നവമാധ്യമങ്ങളും ഇടയ പരിപാലനവും. സറാംപൂർ സർവകലാശാലയിലെ 2011 BD പരീക്ഷയിലെ ഒരു ചോദ്യം ഇങ്ങനെയാണ്: സഭ ഇപ്പോഴും ഗുട്ടൻബർഗ് യുഗത്തിലാണെന്ന വിമർശനമുണ്ട്. ആധുനിക വിവര സാങ്കേതിക വിദ്യ ക്രിസ്തീയ ഇടയ ശുശ്രൂഷയിൽ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത വിവരിക്കുക. BD പരീക്ഷയിലെ വിദ്യാർത്ഥികൾ സവിസ്തരമായ ഒരു പ്രബന്ധം പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ടാവും. പ്രസ്തുത ചോദ്യത്തിൽ നിന്നും സംവേദന രംഗത്ത് സഭയുടെ യഥാർത്ഥ അവസ്ഥയും നവസാങ്കേതിക വിദ്യ ഫലപ്രദമായി ഇടയ ശുശ്രൂഷയിൽ ആവിഷ്കരിക്കേണ്ടതിൻ്റെ സാങ്കത്യവും വ്യക്തമാക്കുകയാണ്. നവസാങ്കേതിക വിദ്യ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ മുഖ്യധാര സഭകൾ പലതും പിന്നോട്ടാണ്. നവമാധ്യമങ്ങളുടെ ഉപയോഗം മിക്കപ്പോഴും ആവശ്യമായ രീതിയിൽ നിലനിർത്തുന്നത് പ്രൊട്ടസ്റ്റന്റ് സെക്ടേറിയൻ സഭകളും സ്വതന്ത്ര സഭകളുമാണ്. വളരെ വ്യക്തമായി പറഞ്ഞാൽ സ്വതന്ത്ര സഭകളാണ്, സ്വതന്ത്ര കൂട്ടായ്മകളാണ് നവമാധ്യമങ്ങളിൽ കൂടിയുള്ള ഇടയ പരിപാലനം വളരെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത്. കത്തോലിക്ക സഭ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത 1963 മുതൽ ചർച്ചകൾക്ക് വിധേയമാക്കി വിവിധങ്ങളായ രൂപങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ചടി, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ പരമ്പരാഗത ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴിയുള്ള ഇടയ ശുശ്രൂഷയെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ തീരുമാനത്തോടെയാണ് പുതിയ മാധ്യമങ്ങളെക്കുറിച്ചുള്ള ഇടയ ശുശ്രൂഷയെക്കുറിച്ചുള്ള ചിന്തകൾ അവതരിപ്പിച്ചത്. 2009 മാർച്ചിൽ 82 രാജ്യങ്ങളിലെ കത്തോലിക്ക ബിഷപ്പന്മാർ റോമിൽ 5 ദിവസം ഒരുമിച്ച് കൂടി നവമാധ്യമങ്ങൾ ഇടയ ശുശ്രൂഷയിൽ എങ്ങനെയെല്ലാം അവതരിപ്പിക്കാമെന്നതിനെക്കുറിച്ച് വളരെ പ്രൗഢമായ പഠനങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് എടുത്തു പറയാനുള്ളത്. വിപ്ലവകരമായി തീരുന്ന സംവേദന സമ്പ്രദായങ്ങൾ തിരിച്ചറിയുക. 2, നവമാധ്യമങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികളും നവസാങ്കേതിക കൂട്ടായ്മയുടെ സാധ്യതകളും കണ്ടെത്തുക. കത്തോലിക്ക സഭ ഇപ്പോൾ നവമാധ്യമങ്ങളെക്കുറിച്ചുള്ള വിവിധങ്ങളായ പഠനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഫലമായി 2011 ജൂൺ 5 അതായത് കഴിഞ്ഞ ഞായറാഴ്ച കത്തോലിക്ക സഭ കമ്മ്യൂണിക്കേഷൻ ദിനമായിട്ട് ആചരിക്കുകയുണ്ടായി. മാർപ്പാപ്പായുടെ ഇടയ സന്ദേശമെന്ന് പറയുന്നത് ഡിജിറ്റൽ യുഗത്തിലെ ജീവിതത്തിൻ്റെ സത്യവും സുവിശേഷവും ആധികാരികതയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇടയലേഖനം ഉണ്ടായത് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആഗോളവൽക്കരണവും നൂതന സാങ്കേതിക വിദ്യയെ സൃഷ്ടിച്ച നവമാധ്യമങ്ങളുടെ സംസ്കാരം സഭയെ വിവിധ തരത്തിൽ ഗ്രസിച്ചിരിക്കുകയാണ്. ഇവിടെ അവതരിപ്പിച്ച 2 പേപ്പറിലും നവമാധ്യമങ്ങളെക്കുറിച്ച് അല്ലെ പുതിയ സാധ്യതകളെക്കുറിച്ചുള്ള അന്വേഷണം വ്യക്തമായിട്ടുണ്ടായിരുന്നു. നവമാധ്യമങ്ങളെന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ ടെലിവിഷൻ, ഡിജിറ്റൽ റേഡിയോ, വളരെ പോപ്പുലറായിട്ടുള്ള ഓർക്കൂട്ട്, ഫേസ്ബുക്ക്, ട്വിറ്റർ, 3G ഫോൺ തുടങ്ങിയ വിവിധങ്ങളായ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളാണ്. മാധ്യമങ്ങളുടെ പുതുമാധ്യമങ്ങൾ തന്നെ ഇലക്ട്രോണിക് മാധ്യമങ്ങളുണ്ട്, നവമാധ്യമങ്ങളുണ്ട്. ടെലിവിഷനും റേഡിയോയും പത്രവുമൊക്കെ ഇലക്ട്രോണിക് മാധ്യമങ്ങളായിട്ട് നിലനിൽക്കുമ്പോൾ അത് ഇൻ്റർനെറ്റ് വഴി കടന്നു വരുമ്പോൾ നവമാധ്യമങ്ങളായി തീരുന്നു എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. ഇന്ന് ഇൻ്റർനെറ്റ് സാങ്കേതികതയൊക്കെ നാനോ ടെക്നോളജിയുടെ ഇടപെടൽ മൂലം വളരെ ചെറുതായി.
അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ മൊബൈൽ ഫോണിൽ, അതിനെ 3G ഫോൺ എന്ന് പറയും, 3G ഫോൺ സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ നൂതന സാങ്കേതിക വിദ്യ നമുക്ക് വളരെ പ്രാപ്യമാണ് എന്ന് ഓർത്തിരിക്കണം. ആഗോളവൽക്കരണത്തിൻ്റെയും നവമാധ്യമങ്ങളുടെയും പശ്ചാത്തലത്തിൽ സഭ എങ്ങനെ നിലനിൽക്കുന്നു എന്നതിനേക്കാൾ സഭയ്ക്ക് നവമാധ്യമങ്ങളെ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ കഴിയും എന്ന് വിശദമായി പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഹ്രസ്വമായ പേപ്പറിൽ 5 കാര്യങ്ങളാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് നവമാധ്യമങ്ങൾ? നവമാധ്യമങ്ങളും അജപാലന ശുശ്രൂഷയും എങ്ങനെ ബന്ധപ്പെടുത്താം? നവമാധ്യമങ്ങളുടെ ഗുണപരമായ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? നവമാധ്യമങ്ങളിലെ നിഷേധ നിലപാടുകൾ എങ്ങനെയുള്ളതാണ്? നവമാധ്യമങ്ങൾ വഴിയുള്ള ഇടയ ശുശ്രൂഷയുടെ സാധ്യതകളും വെല്ലുവിളികളും എന്തെല്ലാമാണ്? ഒന്ന്, നവമാധ്യമങ്ങൾ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്, റോബോട്ടിക്സ്, നാനോ ടെക്നോളജി എന്നിവയുടെ സംയോജനം വഴി സംവേദന പ്രക്രിയ ജനകീയവും ബഹുജനപ്രാപ്യതയും നൽകുന്നതാണ് നവമാധ്യമങ്ങൾ. എല്ലാവർക്കും പ്രാപ്യത നവമാധ്യമങ്ങളിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. വെബ് റേഡിയോ, വെബ് ടെലിവിഷൻ, വെബ് ന്യൂസ് പേപ്പർ എന്നിങ്ങനെ നവമാധ്യമങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ഇൻ്റർനെറ്റിൽ ഉൾക്കൊള്ളുന്ന വിവിധങ്ങളായ വെബ്സൈറ്റുകളുണ്ട്, ഇമെയിൽ ഗ്രൂപ്പുകളുണ്ട്, ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, വിവിധങ്ങളായ സോഷ്യൽ നെറ്റ്വർക്കുകളുണ്ട്. അതിൽ ഇന്ത്യയിൽ വളരെ പ്രചാരം നേടിയത് ഫേസ്ബുക്കും ഓർക്കൂട്ടും ട്വിറ്ററും ഒക്കെയാണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എനിത്തിങ് എനിവെയർ എനി ടൈം, എന്തും എവിടെയും ഏത് സമയത്തും ലഭ്യമാകുന്നു. നവസാങ്കേതിക വിദ്യ ലോകത്ത് നൽകിയിരിക്കുന്നത് ആഗോളതലത്തിൽ ഒരു ശക്തമായ കൂട്ടായ്മ സൃഷ്ടിക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അവിടെ നവമാധ്യമങ്ങളുടെ പഠനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്കുകളുണ്ട്. ബ്ലോഗിങ്, ചെറിയ വാക്കിൽ നമ്മൾ പറയുന്ന ബ്ലോഗ് എന്നാണ്. വ്ളോഗിങ് എന്ന വാക്കിൽ വീഡിയോ നമുക്ക് സംപ്രേഷണം ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. പോഡ്കാസ്റ്റിംഗ്, എപ്പിസോഡായിട്ട് നമ്മുടേതായ ആശയങ്ങളും ചിന്തകളും സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളും ലോകത്തിന് കൊടുക്കുവാനായിട്ട് കഴിയും. നവമാധ്യമങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മാധ്യമ കുത്തകളുടെയോ മാധ്യമ ഭീമന്മാരുടെയോ ഇടപെടലില്ലാതെ നമ്മുടെ ആശയം ലോകത്തോട് അറിയിക്കുവാനായിട്ട് കഴിയും. ഒരു ബ്ലോഗ് സൃഷ്ടിച്ച് എൻ്റെ കവിത, എൻ്റെ ലേഖനം, എൻ്റെ പ്രസംഗം, ഞാൻ രൂപപ്പെടുത്തുന്ന എന്ത് സർഗാത്മകതയും ലോകത്തെ വിളംബരം ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നവമാധ്യമങ്ങളെ 6ാം ഇന്ദ്രിയം എന്ന് പറയുന്നത്, 6th സെൻസ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നവമാധ്യമങ്ങൾ ഇന്ന് പുതിയ ഒരു ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് വെർച്വൽ റിയാലിറ്റി, മായിക ലോകം. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ലോകത്തിൻ്റെ ഏത് കോണിൽ നടക്കുന്ന സംഭവവും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിന് പറയുന്നത് മായിക ലോകമെന്നാണ്. സൈബർ സ്പേസ് എന്നീ ഈ സംസ്കാരത്തെ പറയുന്നുണ്ട്. അതിലൊക്കെ ഉപരിയായി ഇന്നിതിനെക്കുറിച്ചുള്ള വിമർശനം എന്ന് പറയുന്നത് ഉത്തരാധുനിക പൊതുസമൂഹമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. പോസ്റ്റ് മോഡേൺ പബ്ലിക് സ്ഫിയർ, സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നവർക്കറിയാം. പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് ഹേബർമാസ് അവതരിപ്പിക്കുന്ന തിയറിയാണ്. സമൂഹത്തിൻ്റെ ഇടപെടലുകളിൽ ശക്തമായി പ്രതികരിക്കുകയും ഇടപെടുകയും ആശയങ്ങൾ സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്ന പൊതുസമൂഹത്തെക്കുറിച്ചാണ് ഈ പബ്ലിക് സ്ഫിയർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇൻ്റർനെറ്റിൽ ഇതുപോലെയുള്ള ഒരു പൊതുസമൂഹമുണ്ട്. അതിന് അവർ വിവേചിക്കുന്നതും പോസ്റ്റ് മോഡേൺ പബ്ലിക് സ്ഫിയർ എന്നാണ്. ഉത്തരാധുനിക പൊതുസമൂഹം, ഇവിടെ കേട്ട പേപ്പറുകൾ ഓർപ്പിച്ചതുപോലെ പുതു സംസ്കാരം, പുതുയുഗം, പുതുതലമുറ ഇന്ന് ജീവിക്കുന്നത് തന്നെ ഇൻ്റർനെറ്റിലാണ്, കമ്പ്യൂട്ടറുകളാണ്, മൊബൈൽ ഫോണുകളാണ്. അത് സൃഷ്ടിക്കുന്ന ഒരു പുതിയ സംസ്കാരവും സാമൂഹ്യ പരിവർത്തനവും അതിശക്തമാണ്, അതിശീഘ്രമാണ്. ഇതിനെ പ്രതിരോധിക്കുവാനും ഇതിൻ്റെ നന്മയും തിന്മയും തിരിച്ചറിയുകയും ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം സഭകൾക്കുണ്ട്, അജപാലന ശുശ്രൂഷയ്ക്കുണ്ട്. ബഹുമാനപ്പെട്ട എബ്രഹാം തോമസ് അവതരിപ്പിച്ച പേപ്പറിൽ പറയുന്നത് 95% ആളുകളും യുവജനങ്ങളും
ഈ പോസ്റ്റ് മോഡേൺ പബ്ലിക് സ്ഫിയറിലാണ് എന്നൊരു സൂചനയാണ് അവതരിപ്പിച്ചത്. പ്രവാസികളായ സഭാംഗങ്ങൾക്ക് നമ്മുടെ സംസ്കാരവും നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിത രീതിയും നമ്മുടെ അനുഷ്ഠാനങ്ങളും എങ്ങനെ പങ്കിടുവാനായിട്ട് കഴിയും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് പറയുന്നത്, ഇന്ന് സിറ്റിസൺസ് കുറഞ്ഞു വരികയാണ്, പൗരന്മാർ കുറഞ്ഞു വരികയാണ്. അതിന് പകരം അവതരിപ്പിക്കുന്ന വാക്കാണ് നെറ്റിസൺസ്. ഇൻ്റർനെറ്റിൽ ജീവിക്കുന്നവർ, ഇൻ്റർനെറ്റുമായി ഇടപെട്ട് ആശയവിനിമയത്തിൽ അനർഗളം പങ്കുചേരുന്നവരാണ് നെറ്റിസൺസ് എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ നവമാധ്യമങ്ങളുടെ സാധ്യതകൾ അനന്ത വിശാലമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. പണ്ട് അറിവ് കുത്തകയായിരുന്നു. പ്രത്യേകിച്ച് ബൈബിളിൻ്റെ പ്രിൻറ്റിങ്ങോടുകൂടി ഈ കുത്തകവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന അറിവും ജ്ഞാനവും ജനകീയമാക്കപ്പെട്ടു. പ്രത്യേകിച്ച് നവമാധ്യമങ്ങളുടെ വരവോടുകൂടി അത് കൂടുതൽ ജനകീയമായി. ഇൻ്റർനെറ്റിൽ പ്രാപ്യതയുള്ള എല്ലാവർക്കും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ടും അതിൽ ഇടപെടുവാനും പങ്കുചേരുവാനും സംവേദനം നടത്തുവാനും കഴിയുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികൾ ഈ ലോകത്ത് തന്നെയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയുന്നത് അറിവിൻ്റെ സ്വതന്ത്രമായ ഒഴുക്ക് എന്നാണ്. ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. അറിവും വിവരവും വിജ്ഞാനവും വിനോദവും സ്വതന്ത്രമായി ഇങ്ങനെ ഒഴുകുകയാണ്. സെൻസറിങ് ബോഡിയൊന്നും അവിടെയില്ല. ഏതറിവും ഏത് വിജ്ഞാനവും ഏത് ശബ്ദവും ഏത് ദൃശ്യവും അനവരതം അതിശീഘ്രം ബഹുദൂരം ഇൻ്റർനെറ്റ് വഴി ഒഴുകി എത്തുകയാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. ഈ നവമാധ്യമങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ ഇത് പലപ്പോഴും ഇൻറ്ററാക്റ്റീവാണ്. മറ്റേ പല ഇലക്ട്രോണിക് മാധ്യമങ്ങളും അവർ പറയുന്നു, നമ്മൾ പാസീവായിട്ട് കേൾക്കുകയാണ് അല്ലെ കാണുകയാണ്. എന്നാൽ നവമാധ്യമങ്ങളിൽ നമുക്ക് ഇടപെടുവാൻ കഴിയുന്നു. അതുകൊണ്ട് അത് ഡയലോജിക്കലായി തീരുന്നു, സംവേദനപരമായി തീരുന്നു, സംവാദപരമായി തീരുന്നു. നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നു. ഈ സംവേദന പ്രക്രിയയിൽ സ്വീകർത്താവ് ശക്തനായി തീരുന്നു. സ്വീകർത്താവിന് ആധിപത്യമുണ്ട്. മറ്റേ എല്ലാത്തരം മാധ്യമങ്ങളിലും മാധ്യമ മുതലാളിമാരാണ് കുത്തക സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കുത്തക സമ്പ്രദായത്തെ നവമാധ്യമങ്ങൾ പൊളിച്ചെഴുതി എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത്. അതുകൊണ്ട് നവമാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന സംസ്കാരം അനന്തമാണ്. നവമാധ്യമങ്ങളെ പഴിക്കുവാൻ മാത്രം നമുക്ക് പോരാ. നവമാധ്യമങ്ങൾ ഇടയപരിപാലനത്തിൽ, സഭയുടെ മുഖ്യധാരാ ശുശ്രൂഷയിൽ, പ്രസ്ഥാനങ്ങളുടെ ശുശ്രൂഷയിൽ, പൊതുസമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ, അവരുടെ ബുദ്ധിയെയും ശക്തിയെയും പരുവപ്പെടുത്തുന്നതിൽ എങ്ങനെ വിനിയോഗിക്കാൻ കഴിയും എന്ന് ശാസ്ത്രീയമായി പഠിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമതായി നവമാധ്യമങ്ങളും ഇടയ ശുശ്രൂഷയും. അതിലേക്ക് ഞാൻ സവിസ്തരമായി ഇറങ്ങുന്നില്ല. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവീൻ. കർത്താവിൻ്റെ അന്ത്യസന്ദേശമാണ്. ഈ അടുത്ത കാലം വരെ വളരെ അപ്രാപ്യമായിരുന്ന ഒരു സന്ദേശമാണ്. നവമാധ്യമങ്ങളുടെ വരവോടുകൂടി ഇത് എല്ലാവർക്കും പ്രാപ്യമായി. ഇതൊരു സംഘടിതമായ സമൂഹത്തിനോ മുഖ്യധാര സഭകൾക്കോ മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഇൻ്റർനെറ്റിൽ കാര്യങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ഏത് ചെറിയ ബാലനും ബാലിയയ്ക്കും ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകുവാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഏതുതരം മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും അവിടെ നമ്മൾ പരിപാലിപ്പിക്കപ്പെടേണ്ടതും സംവേദിപ്പിക്കപ്പെടേണ്ടതും ദൈവത്തിൻ്റെ സ്നേഹമായിരിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ദൈവിക സ്നേഹം നീതിയുടെയും സത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഒരു ഇടയ ശുശ്രൂഷയെക്കുറിച്ചുള്ള അന്വേഷണം നവമാധ്യമങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ രൂപപ്പെടുത്തേണ്ടതാണ്. ഈ പേപ്പറിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 3, നവമാധ്യമങ്ങളുടെ ഗുണപരമായ സാധ്യതകൾ. പല സംവേദന ശാസ്ത്ര സമിതികളിലും സെമിനാറുകളിലും പങ്കെടുത്താൽ വളരെ ശക്തമായി കേൾക്കുന്നത് മാധ്യമങ്ങൾ ഉയർത്തുന്ന ഭീഷണികളെക്കുറിച്ചാണ്. അത് വളരെ ശക്തമാണ്, നിഷേധിക്കാൻ പറ്റുകയില്ല. മാധ്യമങ്ങൾ ഉയർത്തുന്ന ഭീഷണി അതിശക്തമാണ്. മദ്യവും മയക്കുമരുന്നും ഉയർത്തുന്ന ഭീഷണിയേക്കാൾ വളരെ ശക്തമാണ് മൊബൈൽ ഫോണുകളുടെയും ഇൻ്റർനെറ്റിൻ്റെയും സ്വാധീനം യുവജനങ്ങളിൽ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമാണ്.
നവമാധ്യമങ്ങൾ ഗുണപരമായി എങ്ങനെയെല്ലാം ഉപയോഗിക്കുവാനായിട്ട് കഴിയും, അല്ലെ നവമാധ്യമങ്ങളുടെ ഗുണപരമായ സാധ്യതകൾ എന്തെല്ലാമാണ്? ഒന്ന്, നവമാധ്യമങ്ങൾ സംവേദനത്തിൽ ശക്തമായി ഇടപെടുന്നു. പ്രായഭേദമന്യേ എല്ലാവർക്കും ഇതിൽ ഇടപെടാം. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ടെക്നോളജി ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മാത്രം മതി. എവിടെ ഇരുന്നു കൊണ്ടും, കാറിലിരുന്നു കൊണ്ടും പ്ലെയിനിലിരുന്നു കൊണ്ടും ഒക്കെ ഇതിനകത്തിൽ ഇടപെടുവാനായിട്ട് സാധിക്കുന്നു. ഒരേ അഭിപ്രായമുള്ളവർ ഒരു കൂടിവരവാണ്. സമാഭിപ്രായമുള്ളവരിലേക്ക് അത് വ്യാപിപ്പിക്കുന്നു. അത് ശക്തമായി സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലൂടെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണ്. ഒരു സന്ദേശം ഒരു നിമിഷം 1,00,000-ലധികം ആൾക്കാരിലേക്ക് വിനിമയം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ലോകം നിങ്ങളുടെ കൈക്കൊമ്പിളിൽ, വിരൽത്തുമ്പിൽ എന്ന് അവിടെ പറയുന്നത്. ഒരു ക്ലിക്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സന്ദേശങ്ങളാണ് വിനിമയം ചെയ്യപ്പെടുന്നത് എന്ന് ഓർത്തിരിക്കണം. ഇത് ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുകയാണ്. ഇൻ്റർനെറ്റ് വഴി പരസ്പരം ബന്ധിപ്പിക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്ത്യയുടെ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റായ BSNLന്റെ മുദ്രാവാക്യം എന്താണെന്നറിയാമോ? കണക്റ്റിംഗ് പീപ്പിൾ. മനുഷ്യരെ ബന്ധിപ്പിക്കുന്നു. കണക്റ്റിംഗ് പീപ്പിൾ ത്രൂ ടെലിഫോൺ. ഇവിടെ കണക്റ്റിംഗ് പീപ്പിൾ ത്രൂ ടെക്നോളജി. ജനങ്ങളെ ബന്ധിപ്പിക്കുകയാണ്, ആഗോളമായി ബന്ധിപ്പിക്കുകയാണ്. ഈ ബന്ധിപ്പിക്കൽ ചില അവസരങ്ങളിൽ വലിയ സാമൂഹ്യ മുന്നേറ്റമായിട്ട് മാറാറുണ്ട്. പലപ്പോഴും അത് സ്വകാര്യമായ കാര്യങ്ങളൊക്കെ ഇടപെടുന്നതെങ്കിലും ഈ അടുത്ത സമയത്തുണ്ടായ ചില പ്രത്യേകതകൾ ശ്രദ്ധിക്കാമെങ്കിൽ വലിയ സാമൂഹ്യ മാറ്റങ്ങൾക്ക് ഈ നവമാധ്യമങ്ങളുടെ ഈ സോഷ്യൽ മൂവ്മെൻറ്റ്സ് ആയിട്ട് മാറുന്നുണ്ട്. നവമാധ്യമങ്ങളുടെ പടർന്നു കയറിയ ആവേശമാണ് ട്യൂണീഷ്യ, ഈജിപ്റ്റ് എന്നിവിടങ്ങളുണ്ടായ ജനകീയ വിപ്ലവങ്ങൾ. നവസാങ്കേതിക കൂട്ടായ്മകൾ സൃഷ്ടിച്ചതാണ് അറബ് രാജ്യങ്ങളിലേക്ക് പടർന്നു കയറിയ ജനകീയ വിപ്ലവങ്ങൾ. ഏറ്റവും അടുത്ത സമയത്ത് നടന്ന അണ്ണാ ഹസാരെയുടെ സമരം, ഉപവാസം, ലക്ഷക്കണക്കിന് യുവജനങ്ങളാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. അഴിമതി വിരുദ്ധ സംസ്കാരത്തിന് വേണ്ടി, അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കിന് യുവജനങ്ങളാണ് അണ്ണാ ഹസാരയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നവമാധ്യമങ്ങളിലൂടെ, ഇൻ്റർനെറ്റ് വഴി. എന്തിന്? 3G ഫോണിൽ കൂടി നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വഴി അത് സുസാധ്യമാക്കി തീർക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പം നവമാധ്യമങ്ങളുടെ ഏറ്റവും ശക്തമായ സ്വാധീനത്തിൽ ഒന്ന്, മാധ്യമങ്ങളുടെ സംവേദന ശക്തി അതിശീഘ്രമായിട്ട് വ്യാപിപ്പിക്കുവാനും സംവേദനത്തിൽ ഇടപെടുവാനും കഴിയുന്നു. ആർക്കും ഇടപെടാം. അധികാരമുള്ളവർക്കും സാധാരണക്കാർക്കും ബുദ്ധിജീവികൾക്കും സാധാരണ പൗരനും ഈ സംവേദന പ്രക്രിയയിൽ ഇടപെടുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. രണ്ട്, നവമാധ്യമങ്ങൾ സംവേദന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നു, അതിശീഘ്രമാക്കുന്നു. അതാ ഓർത്തിരിക്കേണ്ടത്. നവമാധ്യമങ്ങളിൽ കൂടിയുള്ള വിനിമയം വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആഗോളവൽക്കരണം സൃഷ്ടിച്ച ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമയത്തെയും കാലത്തെയും ചെറുതാക്കി. കട്ട് അക്രോസ് ഇൻ ദ ടൈം ആൻഡ് സ്പേസ്. സമയത്തെയും കാലത്തെയും അതിജീവിക്കുവാനുള്ള ശക്തി ആഗോളവൽക്കരണം വഴി സാധ്യമായി. അത് സാധ്യമാക്കിയത് നവമാധ്യമങ്ങളാണ്. എന്നിരുന്നാലും ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഇവിടെയുണ്ട്. വിഭവങ്ങൾ സാധാരണക്കാരന് ലഭ്യമാകത്തില്ല. പക്ഷേ ഈ പ്രക്രിയയിൽ പങ്കുചേരുവാൻ കരുത്തരായ ആളുകൾക്ക് വളരെ ത്വരിതഗതിയിൽ ഇത് സംവേദിപ്പിക്കുവാൻ കഴിയും. ഇലക്ട്രോണിക് പ്രസിദ്ധീകരണങ്ങൾ, ഇലക്ട്രോണിക് ബുക്കുകൾ, ഇലക്ട്രോണിക് ബുള്ളറ്റിനുകൾ എന്നിവയെല്ലാം ദ്രുതഗതിയിലാണ് വിപണനം ചെയ്യുന്നത്. നമ്മളൊരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ 1000 കോപ്പി അച്ചടിച്ച് അത് വിറ്റഴിക്കപ്പെടണമെങ്കിൽ മിനിമം ഒരു 4 വർഷം വേണ്ടി വരും, ഒരു സാധാരണക്കാരൻ്റെ ഒരു പുസ്തകം. പക്ഷേ ഇൻ്റർനെറ്റിൽ കൂടി അത് ലോകത്തെ അറിയിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകളാണ് അത് വായിക്കുന്നത്. അതതിൻ്റെ വ്യത്യാസം. നമ്മളെഴുതുന്ന ഒരു ലേഖനം 2000 പ്രതിയുള്ള ഒരു മാഗസിനിൽ അച്ചടിച്ചു വരുമ്പോൾ, അത് നവമാധ്യമങ്ങളിലായിത്തീരുമ്പോൾ നൂറുകണക്കിന് ആളുകൾ നിമിഷങ്ങൾക്കുള്ളിൽ അത് വായിച്ചു തീർക്കുന്നു, അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കണം. 3, നവമാധ്യമങ്ങൾ സംവേദനത്തെ ആഗോളീകരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു ബുക്കോ ഒരു മാസികയോ തിരുവല്ലായിലോ കോട്ടയത്തോ ഈ മലങ്കര സഭയിലോ മാത്രം ഓടി നടക്കുമ്പോൾ, നവമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു കവിത, ഒരു ലേഖനം, ഒരു ദൃശ്യം, ഒരു ശബ്ദം നിമിഷങ്ങൾക്കുള്ളിൽ ആഗോളതലത്തിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് 1964 മാർഷൽ മാക്ലൂഹൻ പ്രഖ്യാപിച്ചത് ലോകം ആഗോള ഗ്രാമമാണ്.
ഗ്ലോബൽ വില്ലേജ്, ഇതിന് വിമർശനങ്ങളൊക്കെ ഇപ്പോൾ വളരെ ശക്തമാണ്. ലോകം ഒരു ആഗോള ഗ്രാമമൊന്നുമല്ല, ലോകം ആഗോള വിപണിയായി തീർന്നു, ആഗോള മാർക്കറ്റായി തീർന്നു എന്നുള്ള വിമർശനമുണ്ട്. ഇത് നവമാധ്യമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. 4, നവമാധ്യമങ്ങൾ സംവേദനത്തെ ഫലപ്രദമായി ആവിഷ്കരിക്കുന്നു. എഫക്റ്റീവ് മോഡാണ്, ഭംഗിയായി. നമ്മുടെ സഭയുടെ പല വിജ്ഞാന വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ വരാറുണ്ടെങ്കിലും അതിലത്രമാത്രം ഫലപ്രാപ്യതയുണ്ടത് എന്ന് വിമർശനാത്മകം നമ്മൾ സമീപിക്കേണ്ടതാണ്. ഇവിടെ നടക്കുന്ന, ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണം ഇത് ലൈവായിട്ട് ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രിഗോറിയൻ TV ലൈവായിട്ട് ഇവിടെ നടക്കുന്ന സമ്മേളനവും ക്ലാസ്സുകളും ഓഡിയൻസിനെയും സംപ്രേഷണം ചെയ്യുകയാണ്. നമ്മളതിൽ ഒരു ക്ലിക്ക് കൂടെ ചെയ്യാമെങ്കിൽ നമുക്കറിയാം ഗ്രിഗോറിയൻ TV എത്ര പേര് കാണുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ ന്യൂമറിക്കലായിട്ടുള്ള ഡേറ്റയിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ചില നല്ല സൈറ്റുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് സന്ദർശിക്കുന്നത്. ചില സൈറ്റിൽ കിടക്കുന്ന ചില പ്രസംഗങ്ങൾ 30 പേരെ കണ്ടിട്ടുള്ളൂ, 60 പേരെ കണ്ടിട്ടുള്ളൂ, 25 പേരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്തുകൊണ്ടത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനതിൽ ഫലപ്രാപ്യത പോകുന്നു. ഭംഗിയായി എഡിറ്റ് ചെയ്ത് വ്യക്തമായി ഭംഗിയായി സുന്ദരമായി ആവിഷ്കരിക്കുവാൻ കഴിയണം. ഒബാമയുടെ പ്രസംഗങ്ങൾ, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള സ്കോളേഴ്സിൻ്റെ ചില ഇൻ്റർവ്യൂസ്, ചില കൊച്ചു അവതരണങ്ങൾ വളരെ ഭംഗിയായി സിസ്റ്റമാറ്റിക്കായിട്ടാണ് നവമാധ്യമങ്ങളിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ 1-to-1 ആയിരുന്നു. അജപാലന ശുശ്രൂഷയുടെ പ്രത്യേകത, ഞാനും എൻ്റെ സഭാംഗവും 1-to-1. അത് ടെലിവിഷനിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ, റേഡിയോ ടെലിവിഷനിലേക്ക് എത്തിച്ചേർന്നപ്പോൾ 1-to-many ആയി തീർന്നു. ഒരാൾ അനേക ആളുകളിലേക്ക് ആശയങ്ങളെ സംവേദിപ്പിക്കുന്നു. ഇൻ്റർനെറ്റിലേക്ക് വന്നപ്പോൾ many-to-many, ധാരാളം ആളുകൾ ഇടപെടൽ വഴി ധാരാളം ആളുകളിലേക്ക് അത് വ്യാപിപ്പിക്കുവാനായിട്ട് കഴിയുന്നു. ഇതാണ് ആഗോളതലത്തിലുള്ള നെറ്റ്വർക്കിങ്ങിൻ്റെ പ്രത്യേകതയെന്ന് ഓർത്തിരിക്കണം. 5, നവമാധ്യമങ്ങളിലെ ഭാഷ ലളിതവും ഹൃദ്യവുമാണ്. ഇവിടെ ഭാഷയെക്കുറിച്ചുള്ള ഒരു പഠനം ഉണ്ടായി. നമ്മുടെ ഭാഷ എങ്ങനെയുള്ളതായിരിക്കണം? നമ്മുടെ ഭാഷ ജനകീയ ഭാഷയായിരിക്കണം, സംവേദന ഭാഷയായിരിക്കണം. നമ്മുടെ ഭാഷയിൽ ജാർഗൺസ് ഉണ്ടാകുവാനായിട്ട് പാടില്ല. പലപ്പോഴുമുള്ള വിവാദമെന്ന് പറയുന്നത് അജപാലന ശുശ്രൂഷയുടെ ഭാഷകളും വ്യാഖ്യാനങ്ങളും പ്രബോധനങ്ങളുമൊക്കെ സാങ്കേതിക പദങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു എന്നുള്ളത് പരക്കെ കണ്ടുമുട്ടുന്ന ഒരു വലിയ പരാതിയാണ്. അതേസമയം ഈ നവമാധ്യമങ്ങൾ എടുത്തു നോക്കുക, വളരെ സിമ്പിളായിട്ടാണ് കാര്യം അവതരിപ്പിക്കുന്നത്. അതിന് പ്രത്യേക ഭാഷാശൈലി തന്നെ വളർന്നു വന്നിട്ടുണ്ട്. മീഡിയ ലാംഗ്വേജ്, ജേർണലിസ്റ്റിക് ലാംഗ്വേജ്, ഇത് ഭംഗിയായിട്ട് ഉപയോഗിക്കുവാനായിട്ട് കഴിയണം. ഇതിൻ്റെ ഗുണപരമായ സാധ്യതകളാണ്. ഈ സാധ്യതകൾ വെച്ച് മലങ്കര സഭയിൽ എങ്ങനെ നവമാധ്യമങ്ങൾ രൂപപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച ആവശ്യമാണ്. 4, നവമാധ്യമങ്ങളിലെ നിഷേധ നിലപാടുകൾ എന്തെല്ലാമാണ്? അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ. അജപാലന ശുശ്രൂഷയിൽ ഈ നിഷേധ നിലപാടുകൾ കൂടി മനസ്സിലാക്കണം. നവമാധ്യമങ്ങൾ അനന്തമായ സാധ്യതകളാണ് ഒരുക്കുന്നത്. വിജ്ഞാനത്തിൻ്റെയും വിവരത്തിൻ്റെയും അതിവിശാലമായ മാർഗങ്ങൾ തുറന്നിടുന്നു എന്നൊക്കെ പറയുവാൻ കഴിയുമെങ്കിലും ഇത് ഉയർത്തുന്ന വലിയ ഭീഷണിയാണ്. അജപാലന ശുശ്രൂഷയിൽ അത് ഫലപ്രദമായി കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കണം. നവമാധ്യമങ്ങളിലെ നിഷേധ നിലപാടുകൾ 10 നമ്പറിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1, നവമാധ്യമങ്ങൾ വഴിയുള്ള ഇടയ ശുശ്രൂഷ അവ്യക്തിപരമാണ്, ഇംപേഴ്സണൽ. ഇടയ ശുശ്രൂഷ എപ്പോഴും പേഴ്സണലാണ്. എൻ്റെ ഇടവകങ്ങളെ, കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ വേദനകളിലും വികാരങ്ങളിലും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഇടപെട്ട് ഉത്തരം കണ്ടെത്തുവാനാണ് ശ്രമിക്കുന്നത്. വ്യക്തിപരമാണ്, ഫേസ് ടു ഫേസ് ആണ് നമ്മുടെ ഇടയ ശുശ്രൂഷ. പക്ഷേ നവമാധ്യമങ്ങളെ ശുശ്രൂഷ എന്ന് പറയുന്നത് അവ്യക്തിപരമാണ്, ഇംപേഴ്സണലാണ്. അതിൻ്റെ അകത്ത് ഒരു ടെക്നോളജി ഇടപെടുന്നു എന്നുള്ളത് ഓർത്തിരിക്കണം. 2, വിശ്വാസ സമൂഹത്തിന് വിഭവങ്ങൾ നേരിട്ട് ലഭിക്കാത്തതിനാൽ വിശ്വാസ വിപരീതങ്ങൾ വർദ്ധിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. തിരുത്തുവാൻ കഴിയാതെ. നമ്മുടെ സഭ ഔദ്യോഗികമായിട്ട് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സഭയിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിലും അതിശക്തമായ വിമർശനങ്ങളാണ് ഇൻ്റർനെറ്റ് സൈറ്റുകളിൽ ഉണ്ടാകുന്നത്. അഭിനന്ദരായ തിരുമേനിമാർ അത് കാണുകയോ കേൾക്കുകയോ അതിനോട് പ്രതികരിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയുകയില്ല.
അതേസമയം അത് നമ്മളൊരു മാസികയിൽ എഴുതി കഴിഞ്ഞാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 1996 ശേഷം ഇവിടെ വിമർശനപരമായ ഇടപെടലുകൾ പത്രമാധ്യമങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി. നൂറുകണക്കിന് മാസികകൾ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിലും ക്രിയേറ്റീവായ, വിമർശനാത്മകമായ, ബുദ്ധിപരമായ ഇടപെടലുകൾ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ, അച്ചടി മാധ്യമങ്ങളിൽ നിന്നും ചോർന്നുപോയി. എന്നാൽ ഓർത്തിരിക്കണം, ഇൻ്റർനെറ്റ് മാധ്യമങ്ങളിൽ സഭയുടെ അടിതൊട്ട് മുടി വരെ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന 100 വെബ്സൈറ്റുകൾ ഉണ്ട്. ആളുകളത് വായിക്കുകയും അതിനോട് പ്രതികരിക്കുകയും അത് വായിച്ച് ആസ്വദിക്കുകയും ചെയ്യുന്ന വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് ദയവായിട്ട് പിതാക്കന്മാർ തിരിച്ചറിയണമെന്ന് ഓർപ്പിക്കുകയാണ്. 3, ഈ നവമാധ്യമങ്ങൾ സമൂഹത്തെ ഏകജാതീയതയുള്ള ചെറു സമൂഹങ്ങളാക്കി തീർക്കുന്നു. ഹോമോജിനൈസേഷൻ, ഏകജാതീയ സ്വഭാവം, ആഗോളവൽക്കരണം സൃഷ്ടിച്ചതാ ഏകജാതീയത. നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ അഭിരുചിയിൽ, നമ്മുടെ വസ്ത്രധാരണത്തിൽ എല്ലാം ആഗോളമായി. ഹോമോജനൈസേഷൻ വളരെ ശക്തമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ ഓഡിയൻസ് ചെറുതായി. അതുകൊണ്ട് ഈ നവമാധ്യമങ്ങൾ നമ്മുടെ സംസ്കാരത്തെ ഡിജിറ്റലൈസ് ചെയ്യുകയാണ്, തുണ്ടുതുണ്ടാക്കി തീർക്കുകയാണ്, നമ്മുടെ സമൂഹത്തെ നാരാക്കി തീർക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഓർക്കൂട്ട്, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള നവമാധ്യമ സൈറ്റുകൾ ഏക സ്വഭാവത്തിലുള്ള അഭിരുചിയുള്ള ആളുകളുമായുള്ള ഇടപെടലുകളായിത്തീരുന്നു. നോക്കണം, അതാണ് ഇത് സൃഷ്ടിക്കുന്നത്. നമ്മുടെ സമൂഹത്തെ തുണ്ടുതുണ്ടാക്കി തീർത്തു. ഒരു കൂട്ടായ ഇടപെടലുകളില്ല, കൂട്ടായ മുന്നേറ്റമില്ല, കൂട്ടായ പ്രതിരോധമില്ല. ഇത് സഭയിലും ശക്തമാണ്. അതുകൊണ്ട് ഒരു കാര്യത്തോട് ഒരു ജനകീയ മുന്നേറ്റം ഇവിടെ ഉണ്ടാവുന്നില്ല. ആരെന്ത് കാണിച്ചാലും നമ്മൾ നിസ്സംഗതരാണ്. കാര്യം നമുക്ക് പറയാനുള്ളതൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിലും മറ്റ് വേദികളിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ജനകീയ മുന്നേറ്റങ്ങളും ജനകീയ ചിന്താ പദ്ധതികളും ആവിഷ്കാരങ്ങളും ഇവിടെ തകർന്നുപോയി എന്നുള്ളത് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 4, പ്രചരിപ്പിക്കപ്പെടുന്ന സന്ദേശങ്ങൾ സുഭക്ഷിത സുവിശേഷത്തിൻ്റെതാണ്. പ്രോസ്പിരിറ്റി ഗോസ്പൽ എന്നതിന് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഭാഷാന്തരമാണ് സുഭക്ഷിത സുവിശേഷം. ഈ ഇൻ്റർനെറ്റിലൊക്കെ വിനിമയം ചെയ്യപ്പെടുന്ന ചർച്ചകളും ചിന്തകളും ഒക്കെ പരിശോധിച്ച് നോക്കാമെങ്കിൽ എല്ലാം ഈ കാലഘട്ടത്തിൻ്റെ പ്രോസ്പിരിറ്റി തിയോളജിയുടെ ചിന്തകളാണ് ഉണ്ടാകുന്നത്. 5, വരേണ്യവർഗത്തിന് സംവേദനമായി തീരുന്നു ഈ നവമാധ്യമങ്ങളിലെ സംവേദനം. ഇംഗ്ലീഷ് അറിയാത്തവരും ദരിദ്രരും സൈബർ സ്പേസിന് പുറത്താണ്, ഇൻ്റർനെറ്റിൻ്റെ രാജപാതയ്ക്ക് അപ്പുറത്താണ് ഇംഗ്ലീഷ് അറിയാത്തവരും ടെക്നോളജി അറിയാത്തവരും ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ആളുകൾ എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പം ഇൻ്റർനെറ്റിനുവേണ്ടിയുള്ള ശുശ്രൂഷകൾ പലപ്പോഴും ഒരു വരേണ്യവർഗത്തിൻ്റെ ആശയ അഭിലാഷങ്ങളുടെ പിന്നിലായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു വിമർശനമാണ്. 6, നവമാധ്യമങ്ങളിലെ ചർച്ചകളും വ്യാഖ്യാനങ്ങളും അധികാര കേന്ദ്രങ്ങൾക്കെതിരായിട്ടുള്ളവയായി തീരുന്നു. ആൻറ്റി ഹൈറാർക്കിക്കൽ, ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കുള്ള പൊതുവേദിയായി ഇത് കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ഇൻ്റർനെറ്റ് സൈറ്റുകൾ, നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ വ്യാപിപ്പിക്കുന്നവർക്ക് പറയുവാൻ കഴിയുന്നത് ഇത് അതിനുള്ള വേദിയാണ്. മറ്റ് വേദികളൊന്നും ഞങ്ങൾക്ക് പറയാൻ അവകാശമില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറയാൻ പേടിയാണ്. അതുകൊണ്ട് ഇൻ്റർനെറ്റ് ഫോറങ്ങളിൽ ഇവ അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. 7, പാശ്ചാത്യ മൂല്യങ്ങളും ദൃശ്യങ്ങളും സന്ദേശങ്ങളും അതിവ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. നമുക്കറിയാം, സൈബർ സ്പേസ്, സൈബർ സെക്സ്, സൈബർ ക്രൈം. ഇതിനെ പ്രതിരോധിക്കുവാനും ഇതിനെതിരെ നമ്മുടെ യുവജനങ്ങളെ പ്രബോധിപ്പിക്കുവാനുള്ള ബാധ്യത അജപാലന ശുശ്രൂഷയുടെ ഭാഗമാണ്. 8, കണ്ടും കേട്ടും കൊടുത്തുമുള്ള യഥാർത്ഥ സഭയുടെ ബദൽ മാതൃകകളാകുന്നു സൈബർ ചാർജ്. ഇപ്പം അങ്ങനെ ഒരു വാക്ക് തന്നെ പ്രചാരത്തിലുണ്ട്, സൈബർ ചാർജ്. ഇവിടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന് പകരം ഇംപേഴ്സണൽ റിലേഷൻഷിപ്പാണ് ശക്തിപ്പെടുന്നത്. 9, നവമാധ്യമങ്ങൾ ജനങ്ങളെ വിവിധ തരത്തിൽ വിഭജിതരാക്കുന്നു. സോഷ്യൽ എക്സ്ക്ലൂഷൻസ് ഇതിൽ ശക്തമാണ്. അറിവിൽ സമ്പന്നരും അറിവിൽ ദരിദ്രരും തമ്മിലുള്ള അനുപാതം വർദ്ധിക്കുന്നു. ഇൻഫർമേഷൻ റിച്ച് ആൻഡ് ഇൻഫർമേഷൻ പൂർ. ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ഇൻഫർമേഷൻ റിച്ചിലേക്ക് പടിപടിയായിട്ട് ഉയരുന്നൊരു സമ്പ്രദായമാണ് ഉണ്ടാകുന്നത്. 10, നവമാധ്യമങ്ങൾ പഠിക്കുമ്പോഴും വിശകലനം ചെയ്യുമ്പോഴും മനുഷ്യാവകാശവും മനുഷ്യൻ്റെ അന്തസ്സും പലപ്പോഴും നവമാധ്യമങ്ങൾ
തമസ്കരിക്കുകയും നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു വെർച്വൽ ഐഡൻറ്റിറ്റിയാണിത് സംപ്രേഷണം ചെയ്യുന്നത്, വ്യാപിപ്പിക്കുന്നത്. അയഥാർത്ഥ സ്വത്വം ഇത് പ്രചരിപ്പിക്കുകയാണ്. സ്വകാര്യതയും സ്ത്രീത്വവും നിഷേധിക്കപ്പെടുന്നു. ഇത് നവമാധ്യമങ്ങൾ ഉയർത്തുന്ന വളരെ ഭീഷണിയാണ്. അതുകൊണ്ടാണ് ഇന്ന് വളരെ ശക്തമായി ഈ വിഷയം പഠിക്കുന്നത്. നമ്മുടെ യുവജനങ്ങളും പൊതുസമൂഹവും ഇന്ന് ഈ നവമാധ്യമങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നാംകിട രാജ്യങ്ങൾ അധികവും 100% നവമാധ്യമങ്ങളുടെ പിടിയിലാണ് അമർന്നിരിക്കുന്നത്. ഒന്നാംകിട രാജ്യങ്ങൾ നവമാധ്യമങ്ങളുടെ പിന്നെ പോകുമ്പോൾ അധികം താമസിക്കാതെ ഇന്ത്യയിലും ഇത് വിപുലമാകും. സുറിയാനി ക്രിസ്ത്യാനിയുടെ യുവജനങ്ങൾ അധികവും ഈ രംഗത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. ഒരു ആശയം കൂടെ പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നവമാധ്യമങ്ങളും ഇടയ ശുശ്രൂഷയും സാധ്യതയും വെല്ലുവിളികളും. ഈ നവമാധ്യമങ്ങളോട് നമുക്ക് എങ്ങനെ പ്രതികരിക്കുവാൻ കഴിയും? സഭയ്ക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? മറ്റ് സഭകൾ ഈ രംഗത്ത് മുന്നേറിയിരിക്കുന്നത് സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുമോ? എന്തുകൊണ്ട് ഈ രംഗത്ത് ഒരു കൂട്ടായ പ്രവർത്തനം നമുക്കുണ്ടാവുന്നില്ല? ഇപ്പോൾ നിലവിലുള്ള പ്രവർത്തനങ്ങൾ ഫലപ്രദമാണോ? അതിൻ്റെ വിമർശനങ്ങൾ എന്തെല്ലാമാണ്? എവിടെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയും? ഇത് വളരെ വിശാലമായി പഠിക്കേണ്ടതാണ്. 5 കാര്യങ്ങളാണ് പറയുന്നത്. 1, സംവേദന നൈപുണ്യമുള്ളവരുടെ സംഘടിതവും കേന്ദ്രീകൃതവുമായ മാധ്യമ ശുശ്രൂഷ സംവിധാനം ഉണ്ടാവണം. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരൊരു വലിയ കൂട്ടായ്മ തന്നെ ഉണ്ടാവണം. അൽമായ വൈദിക കൂട്ടായ്മ ഉണ്ടാവണം. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. 1-2 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ചാനലെല്ലാം കൊണ്ടു നടക്കാമെന്ന്. ഇപ്പം നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. 3-4 പേരുണ്ടായാൽ ഏത് ചാനലും നടത്താമെന്ന്. ഓർത്തിരിക്കണം. എന്നോട് പലരും ചോദിച്ചു, എന്തുകൊണ്ടാണ് സഭയ്ക്കൊരു ചാനൽ നടത്താൻ പറ്റാത്തത്? ഞാൻ പറയുന്നത് 2000 വരിക്കാരുള്ള ഒരു കുട്ടിപ്പത്രം ഭംഗിയായിട്ട് നടത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. പിന്നെ ഒരു ചാനൽ നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. ഇത് ഒരു കൂട്ടായ ഒരു സംഘമുണ്ടാവണം. അതാരുടെയും കുത്തകയൊന്നുമല്ല. ഒരു ജനകീയ സംവിധാനം ഇതിനകത്തുണ്ടാവണം. സംവേദന രംഗത്ത് പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സഭയിലുണ്ട്. അവരുടെ വിശാലമായൊരു കൂട്ടായ്മയിൽ കൂടി മാത്രമേ മാധ്യമരംഗത്തും നവമാധ്യമരംഗത്തും പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാൻ കഴിയൂ എന്ന് സ്നേഹപൂർവ്വം നമ്മൾ ഓർത്തിരിക്കണം. 2, അനുനിമിഷം വിവരവിജ്ഞാനങ്ങൾ അപ്ലോഡ് ചെയ്യുവാനുള്ള സാങ്കേതിക മികവുള്ള സ്റ്റുഡിയോ സംവിധാനം ഉണ്ടാവണം. എനിക്ക് സങ്കടം തോന്നാറുണ്ട്. നമ്മുടെ എല്ലാ പള്ളികൾക്കും പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങളൊന്ന് തുറന്നു നോക്കണം. പഴയ വിവരങ്ങളാണ്. അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പുതുവിവരങ്ങൾ നൽകുവാൻ കഴിഞ്ഞിട്ടില്ല. ലോകം മുഴുവനും വ്യാപരിക്കുന്ന ശക്തമായ നവമാധ്യമങ്ങൾ എന്ന് പറയുന്നത് അനുനിമിഷം വിവരവിജ്ഞാനങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനുള്ള സംവിധാനങ്ങൾ സഭയിൽ ഉണ്ടാവണം. നമ്മുടെ എല്ലാ പള്ളികളുടെയും വെബ്സൈറ്റുകൾ പരിശോധിക്കാമെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്തപ്പോഴത്തെ വിവരങ്ങളെ അതിനകത്തുള്ളൂ. വളരെ സങ്കടകരമായിട്ടാണ്. 3, നവമാധ്യമങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് യുവജനങ്ങളാണ്. യുവജനങ്ങളുടെ അഭിരുചിക്കനുസൃതമായ വിഭവങ്ങളിൽ കേന്ദ്രീകൃതമായ സംവിധാനങ്ങൾ ഫലപ്രദമായി ആവിഷ്കരിക്കുവാൻ കഴിയണം. യുവജനങ്ങളാണ് ടാർഗറ്റ് ഓഡിയൻസ് ഈ നവമാധ്യമങ്ങളിൽ. ഇവിടെ ഓർപ്പിച്ചതുപോലെ യുവജനങ്ങളുടെ അഭിരുചി എന്താണ്? അവരുടെ താല്പര്യം എന്താണ്? അവരുടെ വിഷൻ എന്താണ്? അവരെ എങ്ങനെ സഭയ്ക്ക് ഉപയോഗപ്പെടുത്താം? അവരുടെ വിവരവിജ്ഞാന വിനിമയ പ്രക്രിയയിൽ സഭയ്ക്ക് എങ്ങനെ ശക്തമായി ഇടപെടുവാൻ കഴിയും? അതനുസരിച്ചുള്ള സംവിധാനം ഉണ്ടാവണം. യുവജനം എന്ന് ഞാൻ പറയുമ്പോൾ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് അഭിനന്ദനായ പോളികാർപ്പസ് സെമിനി ഇവിടെയുണ്ട്. യുവജനം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ 40 വയസ്സ് വരെ ഉള്ളവരാണ്. 40 വയസ്സ് വരെയുള്ള തലമുറയോട് ഈ സഭയ്ക്ക് എന്താഭിമുഖ്യമാണുള്ളത്? അവരുടെ അജപാലന ശുശ്രൂഷയിൽ അവരോടുള്ള അജപാലന ശുശ്രൂഷ എങ്ങനെ ഫലപ്രദമാക്കി തീർക്കുവാൻ നമുക്ക് കഴിയുമെന്ന് ചിന്തിക്കേണ്ടതാണ്. 4, നവമാധ്യമങ്ങൾ വഴിയുള്ള ഫലപ്രദമായ ഇടയ ശുശ്രൂഷയ്ക്കുള്ള പ്രബോധനങ്ങൾ, ശില്പശാലകൾ, വിശ്വാസ പ്രബോധന സംഘങ്ങൾ എന്നിവ വിവിധ തലങ്ങളിൽ രൂപപ്പെടുത്തണം. വിവിധ തലങ്ങളിൽ വിവിധ ആളുകളിൽ അതിന് കേന്ദ്രീകൃതമായ സംവിധാനം ഉണ്ടാവണം. ഓരോ വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ കുറേ ആളുകൾ, കൺവെൻഷൻ പറയുവാൻ കുറേ ആളുകൾ, പാട്ടുകൾ പഠിപ്പിക്കാൻ കുറേ ആളുകൾ, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കുറേ ആളുകൾ, കൗൺസിലിംഗ് കൊടുക്കാൻ കുറേ ആളുകൾ, ജേർണൽസ് നടത്തുവാൻ കുറേ ആളുകൾ, ബുക്സ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ കുറേ ആളുകൾ. നോക്കണം എത്ര വിശദമായിട്ടാണുള്ളത്. ഇപ്പം ലേറ്റസ്റ്റായിട്ട് അവതരിപ്പിക്കുന്നത് സെൽഫോൺ ജേർണലിസം എന്നൊരു വിഭാഗം തന്നെയുണ്ട്.
പണ്ട് പ്രിൻറ്റ് ജേർണലിസമാണ്, അത് കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിക് ജേർണലിസമാണ്, അത് കഴിഞ്ഞപ്പോൾ ടെലിവിഷൻ ജേർണലിസമാണ്, അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഉള്ളത് സെൽഫോൺ ജേർണലിസമാണ്. അഞ്ചാമതായി മലങ്കര സഭയുടെ വേദശാസ്ത്രം, ചരിത്രം, വിശ്വാസം, വേദവ്യാഖ്യാനം എന്നിവ സംവേദിക്കപ്പെടുവാനുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായി ആവിഷ്കരിക്കണം. അടിയന്തരമായി അതിനുള്ള സംവിധാനം ഉണ്ടാവണം. ഈ രംഗത്ത് ഒരു ചലനാത്മകമായ ഒരു ഇടപെടൽ ഉണ്ടായേ മതിയാകൂ എന്ന് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നവമാധ്യമങ്ങളും ഇടയ പരിപാലനവും എന്നുള്ളത് ഒരു പേപ്പറിൽ ഒതുങ്ങുന്നതല്ല. കൂട്ടായ അനേകം ആളുകളുടെ ശ്രദ്ധയും പങ്കാളിത്തവും കഷ്ടപ്പാടും കോൺട്രിബ്യൂഷനും ഒക്കെ ഉണ്ടെങ്കിലേ ഇത് സാധ്യമാകൂ. പക്ഷെ ഓർത്തിരിക്കുക, ഇന്നത്തെ യുവജനങ്ങൾ അധികവും ഇൻ്റർനെറ്റിൽ കേന്ദ്രീകൃതമായി അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ കേന്ദ്രീകൃതമായി തങ്ങളുടെ വികാര ബോധനങ്ങളെ രൂപപ്പെടുത്തുമ്പോൾ മലങ്കര സഭയ്ക്കും അതിൽ പങ്കുചേരുവാൻ ബാധ്യതയില്ലേ? നമ്മുടെ പ്രവാസികളായ യുവജനങ്ങളോട് നമുക്കുള്ള പ്രതിബദ്ധത എന്താണ്, കടപ്പാട് എന്താണ്? എൻ്റെ വാക്കുകൾ നിർത്തുന്നത് ഇങ്ങനെയാണ്. നവമാധ്യമങ്ങളുടെ സാധ്യതകളും വെല്ലുവിളികളും തിരിച്ചറിഞ്ഞ് പൗരോഹിത്യ ധർമ്മം ഫലപ്രദമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കൺക്ലൂഷൻ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല, ഒറ്റ വാക്കിൽ നിർത്തുകയാണ്. വളരെ ഗംഭീരമായി ഈ 3 തലങ്ങളിൽ ആശയസംവേദനം ലഭിപ്പാൻ ഈ പ്രസൻറ്റേഷൻ സാധിച്ചു എന്നുള്ളത് ഈ കോൺഫറൻസിൻ്റെ ഒരു വിജയമായി ഞാൻ കാണുന്നു. ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യപ്പെട്ട ഈ പേപ്പറിന് റെസ്പോൺസ് നൽകി ഫിലിപ്പൻ സാമുവേൽ അച്ഛന് ഇപ്പോൾ റെസ്പോൺസ് പറയുന്നതായിരിക്കും എന്നുള്ളത് അറിയിക്കും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിമന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട ടി ജെ ജോഷുവാച്ചൻ, മറ്റ് ഗുരുഭൂതന്മാരെ, മന്ദിറമ്പാച്ചന്മാരെ, കോറപ്പിസ്കോപ്പന്മാരെ, സഹോദര വൈദികരെ, വളരെ വിജ്ഞാനപ്രദവും ചിന്തോദ്ദീപകവുമായ ഒരു പേപ്പറാണ് ബഹുമാനപ്പെട്ട കരിങ്ങാട്ടിലച്ഛൻ ഇവിടെ അവതരിപ്പിച്ചത്. വളരെ ആധികാരികമായും ഔദ്യോഗികമായും ഗഹനാർഹമായ ഈ വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ പരാമർശിച്ചു. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പ്രതികരിക്കത്തക്കവണ്ണം ഞാൻ ആളല്ല. മാധ്യമരംഗത്തോ മാധ്യമ കൂട്ടായ്മയോട് വളരെയധികം ബന്ധപ്പെട്ടോ പ്രവർത്തിക്കുന്ന ആളല്ല ഞാൻ. എങ്കിലും ഫ്ലോറിൽ നിന്ന് ഉള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഔട്ട്സൈഡ് കേരളയിൽ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പ്രതികരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട അമീലച്ഛൻ എന്നോട് ഇത് ആവശ്യപ്പെട്ടത് നിയോഗമായിട്ട് കണക്കാക്കി ബഹുമാനപ്പെട്ട അമീലച്ഛനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഗ്ലോബൽ വില്ലേജ് സംസ്കാരം നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ചെയ്തിരിക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. ആയതിന് 2 പക്ഷമില്ല. ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഈ ഗ്ലോബൽ സംസ്കാരത്തോടും പ്രത്യേകിച്ച് നവമാധ്യമങ്ങളോടുള്ള ആഭിമുഖ്യം അത് നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. ബഹുമാനപ്പെട്ട അച്ഛൻ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് 10 പോയിൻ്റായിട്ട് ഇവിടെ വളരെ ഇൻഫോർമേറ്റീവായിട്ട് അവതരിപ്പിച്ചു. ഈ 10 പോയിൻറ്റ്സ് നമ്മുടെ യങ്സ്റ്റേഴ്സിനെല്ലാം ലഭിക്കത്തക്കവണ്ണം നമ്മുടെ സഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും മറ്റ് നമ്മുടേതായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നാൽ ഏറെ നല്ലതായിരുന്നു. അത് നമുക്ക് ആശയങ്ങളുടെ അഭാവമല്ല ഇന്നുള്ളത്. ആശയങ്ങൾ ധാരാളം നമുക്കുണ്ട്. പക്ഷെങ്കിൽ ആശയങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനുള്ള അഭാവമാണ് ഇന്ന് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് നമ്മുടേതായ ഔട്ട്ലുക്ക്, നമ്മുടേതായ പല കാര്യങ്ങളും നമ്മുടെ വീക്ഷണഗതി മാറേണ്ടിയിരിക്കുന്നു. ഔട്ട്സൈഡ് കേരളയിലൊക്കെയും നമ്മുടെ സഭയുടെ വരമ്പുകൾ വളരെയധികം വിസ്തൃതമായിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമുക്ക് ധാരാളം ചെറുപ്പക്കാർ സഭാസ്നേഹികളായിട്ടുള്ളവരുണ്ട്. അവരൊക്കെയും നമ്മുടെ സഭയെക്കുറിച്ച് അവരുടേതായ ചിന്തകൾ പലപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതായ ഇങ്ങനെയുള്ള ഇൻ്റർനെറ്റ് സംവിധാനം ഉണ്ടാകുന്നില്ല? അതല്ലെങ്കിൽ നമ്മുടെ സഭയ്ക്ക് ഈ രംഗത്ത് എന്തുകൊണ്ട് മുന്നേറാനായിട്ട് സാധിക്കുന്നില്ല? ഫലപ്രദമായ രീതിയിൽ നമ്മുടെ സഭയ്ക്ക് ഈ രംഗത്തൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള പരമാർത്ഥം
നമ്മൾ അംഗീകരിക്കണം. ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ഏത് തരത്തിൽ ഏത് തുറയിൽ നമുക്ക് പ്രായോഗികമായിട്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ബഹുമാനപ്പെട്ട അച്ഛനെ പറ്റിയുള്ളവർ നേതൃത്വം കൊടുത്ത് ചിന്തിക്കുന്നതും അക്കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റേഷനിൽ കൊണ്ടുവരുന്നതും ഏറ്റവും ഉചിതമായിരിക്കും. ഈ നെഗറ്റീവ് ഇമ്പാക്ട്സ് കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നെഗറ്റീവായിട്ട് തന്നെ ഒരുപക്ഷെ യങ്സ്റ്റേഴ്സൊക്കെ ചിന്തിച്ചെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ യങ്സ്റ്റേഴ്സിന് ശ്രദ്ധയിൽപ്പെടുന്നതായിരിക്കും ഏറ്റവും ഉചിതം. പ്രത്യേകിച്ച് ഈ ഇൻ്റർകാസ്റ്റ് മാരേജൊക്കെയും വളരെയധികം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയുടെ കോണ്ടക്സ്റ്റിൽ ധാരാളം ഇൻ്റർകാസ്റ്റ് മാരേജ് നടന്നു വരുന്നുണ്ട്. അതിനൊക്കെയും ഉള്ളതായ ഒരു ഗൈഡ് ലൈൻസ് ഇൻ്റർനെറ്റിൽ കൂടെയൊക്കെ കൊടുത്തിരുന്നാൽ ഏറെ നല്ലതായിരിക്കും. അതല്ല, ഇൻ്റർകാസ്റ്റ് മാരേജ് കഴിഞ്ഞ് നമ്മുടെ സഭയോട് ചേർന്നിട്ടുള്ള യുവതീ യുവാക്കളെ എങ്ങനെ നമ്മുടെ സഭയുടെ മുഖ്യധാരയിൽ നിലനിർത്താനായിട്ട് സാധിക്കുന്നുള്ളതിനെക്കുറിച്ചൊക്കെയും ചിന്തിക്കണം. ആ വിധത്തിൽ നമ്മുടെ ഈ നവമാധ്യമങ്ങൾ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ സഭയുടെ മുഖ്യധാരയിൽ നിലനിർത്തുവാൻ തക്കൊണ്ട് ഉപകരിക്കുന്നെങ്കിൽ ഏറ്റവും ഉചിതമായിരിക്കും. നമ്മുടെ ഔട്ട്സൈഡ് കേരള കോണ്ടക്സ്റ്റിൽ പ്രത്യേകിച്ച് ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ആളാണ് ഞാൻ. നമ്മുടെ സഭയ്ക്ക് ഒരു സാറ്റലൈറ്റ് കേന്ദ്രമുണ്ടായാൽ എന്താ അപാകത? നമ്മുടെ സഭയുടെ ഇൻ്റർ ചർച്ച് റിലേഷനും അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ ഈ വിധത്തിലുള്ള മാധ്യമരംഗത്തുള്ള പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് നമ്മുടെ കോട്ടയത്ത് നമ്മുടെ സഭാകേന്ദ്രമാണ്. അതുപോലെ ദേശീയ തലസ്ഥാന നഗരിയിൽ നമുക്ക് എന്തുകൊണ്ട് ഒരു സാറ്റലൈറ്റ് കേന്ദ്രമോ അതുപോലെയുള്ള സംവിധാനമോ ഉണ്ടാകുന്നതിനെക്കുറിച്ച് സഭാ നേതൃത്വം ചിന്തിക്കുന്നില്ല. ഒരു കേരളീയ സഭയാണ് അത്, പക്ഷേ ഇന്നൊരു നാഷണൽ ചർച്ചായിട്ട് ഉയരേണ്ടത് കാലം കഴിഞ്ഞിരിക്കുന്നു. 2000 കൊല്ലത്തെ പാരമ്പര്യവും പഴക്കവും നമ്മൾ പറയുമെങ്കിലും നമ്മുടെ ചെറുപ്പക്കാരെ അത് അംഗീകരിച്ച് അവരാരും അതൊന്നും മാനിച്ച് അവരുടേതായിട്ടുള്ള കർമ്മമേഖലകളിൽ അവരതിനെക്കുറിച്ചൊന്നും ഊന്നി പറയുകയില്ല. നമ്മുടെ ചെറുപ്പക്കാരുടെ വികാരങ്ങൾ അറിഞ്ഞ്, പ്രത്യേകിച്ച് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ കുറച്ചുകൂടെ നമ്മുടെ സഭയുടെ മുഖ്യധാര നിലനിർത്തുവാൻ ഉതകുന്ന സംവിധാനം കേന്ദ്ര തലത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നെങ്കിലേ കൂടുതൽ നമുക്ക് അർത്ഥവത്തായിട്ട് ഈ അജപാല ശുശ്രൂഷ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മുടേതായ അച്ഛന്മാർക്കൊക്കെയും ആവശ്യമെന്ന് കണ്ടാൽ നമുക്ക് വർക്ക്ഷോപ്പും ഓറിയൻറ്റേഷനും ഒക്കെ ഈ രംഗത്ത് കൊടുക്കണം. നമ്മുടെ അഭിമന്യ പിതാക്കന്മാരും ആ രംഗത്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ചെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പോസിറ്റീവായിട്ട് ചിന്തിച്ച് പ്രത്യേകിച്ച് സഭയുടെ അതിർവരമ്പുകൾ വികസിക്കുന്നു. സഭയുടെ ഈ ഗ്ലോബൽ വില്ലേജ് സംസ്കാരം വികസിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയെ ഹൈലൈറ്റ് ചെയ്തക്കവണ്ണം അതിൻ്റേതായിരുന്ന പോസിറ്റീവ് ആസ്പെക്റ്റ് കൂടുതൽ നമുക്ക് എംഫസൈസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ബഹുമാനപ്പെട്ട കരിങ്ങാട്ടിലച്ഛൻ്റെ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഈ പേപ്പറിനുള്ള നന്ദി ഈ ഫ്ലോറിന് വേണ്ടി രേഖപ്പെടുത്തുന്നു. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ കൂടെ ദൈവത്തോടുള്ള ബന്ധം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് സഭയുടെ കൊമ്പ് ഉയരുവാനിടയാകട്ടെ ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും. ഈ സെഷൻ ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. ഈ പ്രൗഢോജ്വലമായ സിംബോസിയത്തിൻ്റെ മോഡറേറ്ററായി സേവനമനുഷ്ഠിച്ച ജോസഫ് മാധ്യമന മെത്രാപ്പോൽ തിരുമേനിക്കും പേപ്പറുകൾ അവതരിപ്പിച്ച് സഹായിച്ച ഡോക്ടർ സക്കറിയാസ് മാർ അപ്രയം മെത്രാപ്പോലിത്ത, ഫാദർ എബ്രഹാം തോമസ്, ഫാദർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ എന്നീ വൈദിക ശ്രേഷ്ഠരോടും പ്രതികരണങ്ങൾ അർപ്പിച്ച അലക്സ് പ്രിൻസ് അച്ഛനോടും അതിനായ ഫിലിപ്പൻ ശ്യാമേൽ അച്ഛനോടും അതിനായ സ്റ്റീഫൻ വറീസിനുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിക്കുകയാണ്.